അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ മോൻ്റെ ചോറൂണിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കുറച്ച് നാളായി എടുത്തിട്ടിട്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഇന്ന് എൻ്റെ മോന് അപ്പം ഞങ്ങൾ ഐക്കരക്കോണത്ത് ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ചോറൂണ് നൽകിയത്. അപ്പം നേരത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നിട്ട് തന്നെ ഞാൻ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെ അമ്പലത്തിൽ ചോറ് കൊടുത്തേക്കാന്ന് നേർച്ച പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ തന്നെ ചോറ് കൊടുത്തു. അപ്പം അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ട് അപാരതയാണ് കേട്ടോ. നമുക്കറിയാവുന്നൊരു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ചോറൂണിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീട്ടുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാമോ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഹസ്ബൻഡ് മുസ്ലിമായിട്ട് പിന്നെന്താണ് കുഞ്ഞിന് കൊണ്ടുവന്ന് അമ്പലത്തിൽ നിന്ന് ചോറ് കൊടുക്കുന്നത്, നൂലുകെട്ട് അങ്ങനെ നടത്തുന്നത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യത്തിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ. അതായത് ഇപ്പം ഹസ്ബൻഡ് മുസ്ലിം ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ രീതിയിൽ മാത്രമേ കുഞ്ഞുങ്ങൾ വളരാവൂ എന്നുള്ളത് തെറ്റായ ഒരു ചിന്തയല്ലേ? അമ്മമാരുടെ രീതിയിൽ വളരരുത് എന്നത് തെറ്റാണോ? ഞങ്ങളല്ലേ കുഞ്ഞിനെ 10 മാസം ചുമന്നതും പ്രസവിച്ചതിനൊന്നും യാതൊരു കടപ്പാടും കണക്കും ഒന്നും ഇല്ലെന്നാണോ നിങ്ങൾ ഈ ജനങ്ങൾ പറയുന്നത്? പറയട്ടെ, ഞങ്ങൾക്ക് 2 പേർക്ക്, അതായത് എനിക്കും എൻ്റെ ഭർത്താവിനും ഹിന്ദു മതം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ മുസ്ലിം മതം എന്നുള്ള തരംതിരിവൊന്നുമില്ല. ഞങ്ങൾ എല്ലാ രീതിയിലും എല്ലാ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ കുഞ്ഞിന് ചോറൂണ് അമ്പലത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് ആറ്റാങ്കര പള്ളിയിൽ വെച്ചിട്ടാണ് കുഞ്ഞിൻ്റെ മുടിയെടുപ്പ് നേർന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. 28 ചടങ്ങ് നൂലുകെട്ട് ഞങ്ങളുടെ ഹിന്ദു ആചാരപ്രകാരം ചെയ്തെങ്കിൽ 40 ചടങ്ങ് മുസ്ലിം ആചാരപ്രകാരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടുതലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ച് തല ചൂടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് നിന്ന് സംസാരിക്കാണ്ട് ഡയറക്റ്റ് വന്ന് ചോദിച്ചാൽ മറുപടി തരാം. ഏറെക്കുറെ ഉള്ളവരുടെ ഡൗട്ട്സൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബാക്കി ഭാഗം നിങ്ങൾ കണ്ടോളൂ. അവൻ ഇതൊന്നും എനിക്ക് വകയല്ലെന്നുള്ള ഭാവത്തിൽ നല്ല അന്തസ്സായിട്ടിരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഒരു കാര്യം പറയട്ടെ, ഇപ്പം അവന് 1 വയസ്സാവാറായിട്ടുണ്ട്. അന്ന് 5-ാം മാസത്തിലെടുത്ത വീഡിയോ ആണിത്. പക്ഷേങ്കിൽ ഇതുവരെ ആൾ സ്വന്തമായിട്ട് കഴിക്കാറായിട്ടില്ല. സ്വന്തമായിട്ട് മീൻസ് നമ്മൾ വാരി കൊടുത്താൽ കൂടി അവനത് ഇറക്കാനുള്ളൊരു കപ്പാസിറ്റി ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ കുറുക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ചെറിയ 2 പല്ല് മുളച്ചിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും എന്തെങ്കിലും സ്വന്തമായിട്ട് ചവച്ച് കഴിക്കാറാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇനി കണ്ടോളൂ. അപ്പോൾ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ